അപ്പോൾ രണ്ടാമത്തെ പെരുന്നാളായി. ഇന്ന് നമ്മളൊരു ബീച്ചിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. നമ്മൾ സെല്ലാക്കി ബീച്ച് കാണാനായിട്ടാണ് വന്നത്. പക്ഷെ സാധാരണ സിറ്റിയിൽ കാണുന്ന അത്രയും തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ച് പ്ലാൻ ക്യാൻസൽ ചെയ്ത് നമ്മൾ തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് ഈ ഒരു പെട്രോൾ പമ്പ് കയറി. നല്ല ഭംഗിയില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നീന് ഡ്രൈവ് ചെയ്യാന്നും പറഞ്ഞിട്ട് വണ്ടി വാങ്ങിച്ചു. കുട്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒടുക്കത്തെ സീരിയസ് ആണ് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഡ്രൈവ് ചെയ്യാനുള്ള ടെൻഷനും പേടിയും കാരണമാണ് ഇത്രയും സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ അല്ലേ. അങ്ങനെ നമ്മൾ അവാലി വില്ലാസിന്റെ ഏരിയയിലാണ് എത്തിയത്. പൈസക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവിടുന്ന് 2 ബിൽഡിംഗ് നമുക്ക് വാങ്ങിയാലോ എന്നുള്ള ഡിസ്കഷനിലായിരുന്നു നേനും ഉപ്പയും. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നടക്കാത്ത ആഗ്രഹങ്ങളാണല്ലോ എപ്പോഴും പറയാം. അവിടുന്ന് വണ്ടി എടുത്ത് കറങ്ങി നമ്മൾ ജിദാലിയിൽ 3-4 പെറ്റ് ഷോപ്പ് ഒരുമിച്ച് കണ്ടപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഗപ്പയെ ഓർത്ത് പോയി. അപ്പൊ ഈ കടകളിൽ എവിടെയെങ്കിലും വേറെ ഗപ്പികൾ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കയറി നോക്കിയതാണ്. ചെറിയ നമുക്ക് കയ്യിലെടുത്ത് വളർത്താൻ പറ്റുന്ന അങ്ങനത്തെ പാരറ്റും മുയലും കുട്ടികളും താറാവും കോഴിക്കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും താറാവും കുട്ടീനെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്ക് ഇതുപോലെ വളർത്തുന്ന ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നാട്ടിൽ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഈ കിളികളൊന്നും വാങ്ങുന്നില്ല. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അതിനൊക്കെ? നമുക്ക് വേണ്ട ഗപ്പിനെ അവിടെ നിന്ന് വാങ്ങിച്ച് വണ്ടിയിലെത്തിയപ്പോ നേനു പറഞ്ഞു മുഹറക്കിൽ അമ്മയുടെയും പപ്പയുടെയും കയ്യിൽ ഒരു അക്വേറിയം ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഗപ്പി ഉണ്ടോന്ന് ചോദിച്ചിട്ട് ബഹ്റൈനിൽ ഇതുപോലെ ഫിഷ് ലവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തു. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഗപ്പിനെ വാങ്ങിയതുകൊണ്ട് തൽക്കാലം അവന്റെ കയ്യിൽ നിന്ന് എടുത്തില്ല. അങ്ങനെ അവൻ നമുക്ക് ഫ്രീ ആയിട്ട് കുറെ ലൈവ് പ്ലാന്റ്സ് തന്നു. മുഹറക്കിൽ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് അക്വേറിയം ഒക്കെ എടുത്ത് റഫേലെത്തി അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കല്ലും ചെടികളൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് സെറ്റാക്കി.